നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രീം ചീസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെയൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ് ക്രീം ചീസ്. അപ്പോൾ മിക്കവരും റെഡ് വെൽവെറ്റിൻ്റെ റെസിപ്പി ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രീം ചീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വാങ്ങിക്കാൻ അറിയുന്നില്ല എന്നൊക്കെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഒരൊറ്റ ചേരുവ കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്ന രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. ഒരു 5 മിനിറ്റ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 7 ദിവസം വരെ ഇത് ഫ്രിഡ്ജിനകത്ത് കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ചാനൽ ഇന്ന് ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൽ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്രീം ചീസ് നല്ല എളുപ്പത്തിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 ലിറ്റർ പാൽ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ക്രീം ചീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൽ എടുക്കുമ്പോൾ ഫുൾ ക്രീമായിട്ടുള്ള പാൽ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഫുൾ ക്രീം മിൽക്ക് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ പാലൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം കുറക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരുമിച്ച് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനകത്തുനിന്ന് പകുതിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മുഴുവൻ ഒരുമിച്ച് ചേർത്ത് കൊടുക്കാതെ പകുതിയായിട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരിന് പകരം നിങ്ങൾക്ക് വൈറ്റ് വിനെഗർ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഈ പാലൊന്ന് പിരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പാല് ശരിക്കും പിരിഞ്ഞ് കണ്ടില്ലേ, ഇതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പിരിച്ചു വെച്ചിരിക്കുന്ന പാലിനെ ഒന്ന് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഒരു ബൗൾ എടുക്കുക, അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു തുണി വിരിച്ചു കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഇത് ശരിക്കൊന്ന് പിഴിഞ്ഞെടുത്ത് അതുപോലെ ഒന്ന് തൂക്കിയിട്ടിട്ടൊക്കെ ചെയ്യാറുണ്ട്, ഇതിലെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഈ ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് വെക്കാം. അതിനുശേഷം നമുക്ക് ക്രീം ചീസ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടാറി വെള്ളമൊക്കെ വാർന്ന് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ വെള്ളം വാർന്നെടുത്ത വെള്ളം അപ്പം തന്നെ കളയരുത്. കാരണം നമ്മൾ ചില സമയത്ത് ക്രീം ചീസ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഈ വാർന്നെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഒരു ഇത്തിരി ഇതിലോട്ട് ചേർത്തിട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവറൊക്കെ വേണമെങ്കിൽ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് പോസ് ചെയ്തിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാൻ. അപ്പോൾ ഒരു തവണ കറക്കിയെടുത്തപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിനാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഇത് നല്ല ക്രീമി ആകുന്നത് വരെ വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 തവണ കൂടി അടിച്ചെടുത്തതിന് ശേഷമുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 തവണ പോസ് ചെയ്ത് അടിക്കുമ്പോഴത്തേക്കും കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി നമ്മൾ വാർന്നെടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1 ടീസ്പൂൺ വെള്ളം ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്രീം ചീസ് കണ്ടില്ലേ, നല്ല ക്രീമിയായി നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻസി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ ഈ വെള്ളം തന്നെ ചേർത്ത് ഒരു ഇത്തിരി കൂടി ലൂസാക്കാം. അല്ല നല്ല തിക്കായിട്ട് വേണമെന്നാണെങ്കിൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ റെഡിയാക്കി എടുക്കുന്ന ക്രീം ചീസ് ഏകദേശം ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഒട്ടും കേടുവരില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതേ ടെക്സ്ചറിൽ തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ റെഡ് വെൽവെറ്റിൻ്റെയൊക്കെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കാണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മിക്കവരും പറയാറുണ്ട് ക്രീം ചീസ് വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും പാലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ലൊരു വെറൈറ്റി ഡിഷായി കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.